ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കസ്റ്റമർ കംപ്ലയിൻറ്റ് എ സി നോട്ട് വർക്ക്. നമുക്കിന്ന് ഡയഗ്നോസ് ചെയ്യാം. നമുക്കറിയാം, ഫ്ലൂയിഡ് മെക്കാനിസവും തെർമോഡൈനാമിക്സും ചേർന്നാണ് നമ്മുടെ വാഹനങ്ങളിൽ എ സി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബേസിക്കായിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ 10 ആംപിയർ ഫ്യൂസിൽ സപ്ലൈ വരുന്നുണ്ടെന്നാണ്. അത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, അവിടെ ഓക്കെയാണ്. അടുത്തത് നമ്മുടെ വണ്ടിയിലെ ഏറ്റവും മേജർ ഭാഗമായ കംപ്രസറിൻ്റെ വർക്കിംഗ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ലിക്വിഡ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക. അതാണ് കംപ്രസറിൻ്റെ ജോബ്. നമ്മൾ എ സി ഓൺ ആക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട 12 വോൾട്ടേജ് മാഗ്നറ്റിക് ക്ലച്ചിലേക്ക് എത്തുകയും അവിടെ മാഗ്നറ്റിക് ക്ലച്ച് വർക്ക് ചെയ്ത് എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവ് കംപ്രസറിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് നമുക്ക് ഈ 12 വോൾട്ടേജ് കംപ്രസറിൻ്റെ മാഗ്നറ്റിക് ക്ലച്ചിൽ എത്തുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ആ വോൾട്ടേജ് വരുന്നുണ്ട്. ഇവിടെ കംപ്രസറിൻ്റെ മാഗ്നറ്റിക് ക്ലച്ച് വർക്കിംഗ് ആണ്. നമുക്ക് മാഗ്നറ്റിക് ക്ലച്ച് ലോഡായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കിവിടെ എ സി കൂളിംഗ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ എ സിയിലെ കണ്ടൻസറിനകത്ത് വരുന്ന റേഡിയേറ്റർ ഫാൻ അല്ലെങ്കിൽ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ എ സി ഫാൻ വർക്കിംഗ് ആണ്, സോ അവിടെയും ഓക്കെയാണ്. അടുത്ത് നമ്മൾ നോക്കേണ്ടത് ലൈനിൽ തണുപ്പുണ്ടോ എന്ന് നോക്കുക. ഇവിടെ കൂളിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻ തണുത്തിരിക്കും. ബേസിക്കായിട്ട് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കേണ്ടത് ലോ പ്രഷർ ലൈനിൽ തണുപ്പും ഹൈ പ്രഷർ ലൈനിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിരിക്കുക. നല്ല രീതിയിൽ എ സി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രോസസ്സ് നടക്കും. എ സി സർവീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെഷീനാണ്. ഈ മെഷീനിൽ നമ്മൾ നോക്കുമ്പോൾ ലോ പ്രഷറിൽ പ്രഷർ കൂടുതലും ഹൈ പ്രഷറിൽ കുറവാണ്. ഇത് മനസ്സിലാക്കാൻ കംപ്രസറിൽ കംപ്രഷൻ നടക്കുന്നില്ല. അടുത്തത് നമുക്ക് എ സി ഗ്യാസ് എല്ലാം റിമൂവ് ചെയ്യാം. നമുക്ക് ആദ്യം റിക്കവറി പ്രോസസ്സ് ആദ്യം ചെയ്യാം. നമുക്ക് 134A എന്ന് പറഞ്ഞ ഗ്യാസാണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് മൊത്തം റിക്കവർ ചെയ്തെടുക്കാം. ഗ്യാസ് ഉണ്ടോ എന്നറിയാം. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 300 ഗ്രാമിന് കൂടുതൽ നമുക്ക് ഗ്യാസ് വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ ലീക്കൊന്നുമില്ല, ഗ്യാസ് അത്യാവശ്യം വണ്ടിയിലുണ്ട്. നമുക്ക് അടുത്ത കംപ്രസർ ഒന്ന് അഴിച്ചു നോക്കാം. അതിന് നമുക്ക് വണ്ടിയുടെ ബമ്പറെല്ലാം അഴിക്കാം. ഇത് കുറച്ച് പണിയാണ്, നമുക്കിത് അഴിച്ച് നോക്കാം. ഇതിൽ വേറൊരു കേസ് ജാമാണെങ്കിൽ നമുക്ക് ഈ ഡ്രയർ ഒന്ന് അഴിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് മെറ്റൽ പാർട്ടിക്കിൾ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കംപ്രസർ അഴിക്കേണ്ട ആവശ്യമില്ല, കൺഫേം ചെയ്യാം. ഡ്രയർ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഉള്ള സിൽക്ക ജെല്ലാണ്. നോക്കുക, കംപ്രസർ ജാമായിട്ട് അതിൻ്റെ ഉള്ള മെറ്റൽ പാർട്ടിക്കിൾ മൊത്തം ഡ്രയറിലൊന്ന് അടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മൊത്തം അഴിച്ച് ക്ലീൻ ചെയ്യണം. കുറേ പണിയുണ്ട് ഇനി. പിന്നെ എന്തായാലും പാർട്സ് എല്ലാം ഓർഡർ ചെയ്ത് വന്നതിന് ശേഷം നമുക്കിത് പിടിപ്പിക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതിന് ക്ലീനിങ് പ്രോസസ്സ് ഉണ്ട്. മെറ്റൽ പാർട്ടികൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം പോയതാണ് എക്സ്പാൻഷൻ വാൽവ്. ഇതിലൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.